വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. നാളെ ഒരുപക്ഷെ വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരവും മാസം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാൾ നിസ്കാരം ഉള്ളതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനത്തിൽ ജുമാ ഉണ്ടായപ്പോൾ രണ്ടും നിസ്കരിച്ചതായിട്ടാണ് ഹദീസുകളിൽ ഉള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഈദൈനി വഫിൽ ജുമുഅത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെരുന്നാളിനും വെള്ളിയാഴ്ചയിലും ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അലാ വഹൽ അതാക ഹദീസുൽ വാശിയ, ഈ രണ്ട് സൂറത്തുകൾ ഓതിയിരുന്നു. ഖാല വഇദജ്തമഅൽ ഈദു വൽ ജുമുഅത്തു ഫീ യൗമിൻ വാഹിദിൻ, ഒരേ ദിവസം വെള്ളിയാഴ്ചയും പെരുന്നാളും സംഗമിച്ചാൽ യഖറഉ ബിഹിമാ അയ്ളൻ ഫിസ്സലാത്തൈനി, പെരുന്നാൾ നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലും ആ രണ്ട് സൂറത്തുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി നിസ്കരിച്ചിരുന്നു. ഇങ്ങനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളും ജുമുഅയും ഒരുമിച്ച് വന്നാൽ യാതൊരു മാറ്റവും വരുത്താതെ ജുമുഅയും പെരുന്നാളും രണ്ടും നിസ്കരിക്കുകയും രണ്ടിലും ആ മഹത്തായ രണ്ട് സൂറത്തുകൾ ഓതുകയും ചെയ്തിരുന്നുവെന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ യാതൊരു സംശയത്തിനും അവകാശമില്ല, നാളെ പെരുന്നാളാവുകയാണെങ്കിൽ ജുമുഅ നിസ്കാരം നമുക്ക് സാധാരണ പോലെ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. സുന്നത്തായ പെരുന്നാൾ നിസ്കരിച്ചത് കൊണ്ട് നിർബന്ധമായ ജുമുഅ വേണ്ട എന്ന് അറിവില്ലാത്ത ചിലർ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെരുന്നാൾ ജുമുഅ ദിവസത്തിൽ ഉണ്ടായിരുന്നു. ഫസല്ല ഖബലൽ ഖുതുബത്തി സുമ്മ ഖതബ, അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ ഖുതുബ നിർവഹിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, ഇന്ന് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഫമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി ഫൽയന്തളിർ. അപ്പോൾ ജുമുഅക്ക് വന്ന പെരുന്നാളിന് നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകളിൽ വളരെ ദൂരങ്ങളിൽ നിന്ന് വന്നവർ ഉണ്ട്. അതാണ് അഹ്ലുൽ അവാലി. അതായത് അവരുടെ വീടുകളിൽ നിന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ അവർ വന്നത് 5-6 കിലോമീറ്റർ താണ്ടിയാണ്. അങ്ങനെ വന്ന വളരെ ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവരിൽ പലരും ജുമുഅ നിർബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ ജുമുഅക്ക് വരാൻ വളരെ പ്രയാസമുള്ളവരോ ആണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി ഫൽയന്തളിർ. ഞങ്ങളിവിടെ ജുമുഅ നിസ്കാരം നിർവഹിക്കും, ഇവിടെ നാട്ടുകാരെല്ലാവരും ജുമുഅയിൽ പങ്കെടുക്കും. അങ്ങനെ ജുമുഅ നിസ്കരിക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് 6-7 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടെ പെരുന്നാൾ നിസ്കരിക്കാൻ വന്നവർ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചുപോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ അവരെ പെരുന്നാൾ തീർത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തതുപോലെ കാറിലും സൈക്കിളും പോകുന്ന കാലമല്ല, നടന്നിട്ടും കഴുതപ്പുറത്തും പോകുന്ന കാലാണ്. അങ്ങനെയാകുമ്പോ അവര് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോകും, ഓരോ പെരുന്നാൾ തന്നെ കല്ലത്തായി പോകും. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു,
നിങ്ങൾ ഇവിടെ ജുമഅക്ക് കാത്തിരിക്കുന്നവർ, അത്രയും ദൂരങ്ങളിൽ നിന്ന് വന്നവർ, അവർക്ക് കാത്തിരിക്കാം. വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു. ഇനി ആരെങ്കിലും ഇപ്പോൾ ഈ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ അവർക്ക് സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹദീസ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചില ആളുകൾ. അതിനർത്ഥം പെരുന്നാൾ നിസ്കരിച്ചവർക്ക് പിന്നെ ജുമഅ വേണ്ടെന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ലൈസ ഫീഹി തസ്രീഹുൻ ബിഅദമിൽ ഔദ്. ഞാൻ തിരിച്ചു പോകാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ജുമഅക്ക് തിരിച്ചു വരണ്ട എന്ന് ആ വാക്കിൽ ഇല്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വഅയ്ളൻ ഫളാഹിറുൽ ഹദീസ് ഫീ കൗനിഹിം മിൻ അഹ്ലിൽ അവാലി. അഹ്ലുൽ അവാലി എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള മലകളിലൊക്കെയുള്ള ആളുകളാണ്. അന്നഹും ലം യകൂനു മിമ്മൻ തജിബു അലൈഹിമുൽ ജുമുഅതു. അവർ ജുമഅ നിർബന്ധമുള്ള ആളുകളായിരുന്നില്ല. ലിബഅദി മനാസിലിഹിം അനിൽ മസ്ജിദി. അവരുടെ വീടുകൾ പള്ളിയിൽ നിന്ന് അത്രയും അകലെയായതുകൊണ്ട് അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നാട്ടിലുള്ള ആളുകൾ പെരുന്നാൾ നിസ്കരിച്ചാൽ പിന്നെ ജുമഅ നിസ്കരിക്കണ്ട എന്നല്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചതായി കാണാം. ഇത് ധാരാളം കിതാബുകളിൽ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ശാഫിഈ മദ്ഹബുകാരായ മുസ്ലിമീങ്ങളാണ്. ആ ശാഫിഈ മദ്ഹബുകാരായ മുസ്ലിമീങ്ങൾക്ക് ഹദീസും ഖുർആനും പഠിപ്പിക്കുന്ന ആശയമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഖുർആനിൽ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഹു ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഖുതുബയിലേക്കും ജുമുഅ നിസ്കാരത്തിലേക്കും അടക്കത്തോടെ ഒതുക്കത്തോടെ വരണം എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അവിടെ ഖുർആനിൽ പെരുന്നാൾ ദിവസം വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ഖുർആനിൽ പെരുന്നാൾ ഒഴിച്ചുള്ള വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചകളും ജുമുഅ നിർബന്ധമുള്ളവർ ജുമുഅക്ക് പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ജുമുഅക്ക് വരുന്നതിന് മുടക്കമുള്ള ചില ആളുകളെ പണ്ഡിതന്മാര് എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് സ്ത്രീകൾ ജുമുഅക്ക് വരണ്ട, അതേപോലെ രോഗം കൊണ്ട് വരാൻ പ്രയാസപ്പെട്ടവർ വരണ്ട, യാത്രക്കാർക്ക് ജുമുഅ നിർബന്ധമില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇതേപോലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന, രോഗിയല്ലാത്ത ആൾക്ക് ആ ബാപ്പാനെ ശുശ്രൂഷിക്കുന്ന മോർണിംഗ് പോകുന്ന ആ ബാപ്പ ബുദ്ധിമുട്ടി പോകും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അങ്ങനെ ചില കാരണങ്ങൾ ജുമുഅ ഒഴിവാക്കുന്നതിന് പറഞ്ഞ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറഞ്ഞ ഒരു സ്ഥലത്തും വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് പോകണ്ട, അല്ല പെരുന്നാളായാൽ അന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് പോകണ്ട എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് ആരും നാളത്തെ വെള്ളിയാഴ്ച അഥവാ പെരുന്നാളാണെങ്കിൽ അതിമഹത്തായ വെള്ളിയാഴ്ചയാണ്. പെരുന്നാളിന്റെ എല്ലാ മഹത്വവും അതിനുണ്ട്, ജുമുഅ ദിവസത്തിന്റെ എല്ലാ മഹത്വവും അതിനുണ്ട്. അത്രയും വലിയ പുണ്യദിവസമായ ഈ ദിവസം ഒരിക്കലും തന്നെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരിൽ ഒരു മുസ്ലിമും പെട്ടുപോകരുത് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുത്തൻവാദികളിൽപ്പെട്ട ചില ആളുകളാണ് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലെങ്കിൽ തന്നെയും ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരാണ്. കാരണം വെള്ളിയാഴ്ചത്തെ ജുമുഅ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് നബിതങ്ങൾ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിച്ചതിനാൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലുള്ള ജുമുഅ ആവുകയുള്ളൂ. അതിനാൽ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ നിർവഹിക്കുന്ന സ്ഥലത്ത് ജുമുഅയിൽ പങ്കെടുത്താൽ അത് ജുമുഅയാവുകയില്ല എന്ന് ഇമാമിങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നഷ്ടപ്പെടുത്തുന്നവരാണ് ആ പുത്തൻവാദികളായ ആളുകളുടെ നേതാക്കൾ. അവര് തീരെ അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ജുമയുണ്ടല്ലോ, ഒരു പറ്റാത്ത ജുമ, സഹി അല്ലാത്തൊരു ജുമ, അതും കൂടി വേണ്ട എന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല. ചിലര് ധരിക്കും ഇതൊക്കെ സുന്നികൾ ഇങ്ങനെ പറയാണ്. സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു ബാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ അൽ ജിബ്രൈൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം സൗദിയിലെ വലിയ ഒരു സലഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണിത്, അർ-റഅ്യു സദീദ് ഫീമാ ഇദാ വാഫഖ യൗമുൽ ജുമുഅത്തിൽ ഈദ്. പെരുന്നാളും ജുമുഅയും ഒരേ ദിവസം വന്നാൽ ശരിയായ അഭിപ്രായം എന്താണ്, ശരിയായ ആശയം എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ചെറിയ റിസാല അദ്ദേഹം രചിച്ചു. ഇതിന്റെ 60 ഇത് കുറെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊക്കെ ഇപ്പോൾ വായിക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ 63-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ومما يدل على أنه صلى الله عليه وسلم يقيم الجمعة يوم العيد. പെരുന്നാൾ ദിവസം ജുമഅയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നടത്തിയിരുന്നു എന്നതിന് തെളിവാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. പിന്നെയും അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്, നബി തങ്ങൾ ജുമഅ ദിവസം പെരുന്നാളായപ്പോൾ 2 നിസ്കാരത്തിലും സബ്ബിഹിസ്മ സൂറത്തും ഹല്ലതാക സൂറത്തും ഓതി എന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അദ്ദേഹം തെളിവ് ധരിക്കുകയാണ്. ശേഷം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവും വിശദീകരിക്കുകയാണ്. والذي يظهر أن النبي صلى الله عليه وسلم رفق بالمصلين الذين يأتون من مكان بعيد كالعوالي. വളരെ ദൂരങ്ങളിൽ വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവനുവദിച്ചു അവർ പോയി തിരിച്ചു വരിക എന്നത് പ്രയാസമായതുകൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നടത്തുകയും ആ ജുമഅയിൽ പങ്കെടുക്കുന്നതാണ് കൂടുതൽ പുണ്യം എന്ന് അവരെയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, إن هذا يوم قد اجتمع فيه عيدان فمن أحب فلينقلب ومن أحب فلينتظر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി 2 പെരുന്നാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ ഇപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പോകാം, അതേസമയത്ത് ഇവിടെ തന്നെ കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കാം എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ഫൈന ഹാദൽ ഹദീസ, ഈ ഹദീസ് സ്വരീഹുൻ, വളരെ വ്യക്തമാണ്, അന്ന റുഖ്സത കാനത്തിൽ അഹ്ലിൽ അവാലി, വളരെ അകലെയുള്ള ആളുകൾക്ക് കൊടുത്ത ഒരു വിട്ടുവീഴ്ചയാണ്. വയദുല്ലു അലൈഹി ഖൗലുഹു ഫല്യൻഖലിബ് എന്ന വാക്ക് അതിന്റെ മേൽ അറിയിക്കുകയും ചെയ്യുന്നു. അയ്യർജു ഇലാ മൻസിലിൽ ബഈദ്, വളരെ ദൂരെ 5-10 കിലോമീറ്റർ, 5-8 കിലോമീറ്റർ അല്ലെ 5-6 കിലോമീറ്റർ ഒക്കെ ദൂരെയുള്ള ആളുകൾക്കാണ് ഇളവ് കൊടുത്തത്. വയദുല്ലു അലാ ദാലിക കലാമു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും അത് തന്നെയാണ് അറിയിക്കുന്നത്. അല്ലദീ റവാഹു മാലിക് വൽ ബുഖാരി വഗൈറുഹുമാ, ഇമാം മാലിക് ബുഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസും അതാണ് അറിയിക്കുന്നത്. ഫൈന ഇദ്നഹു ഇന്നമാ ഹുവ ലി അഹ്ലിൽ അവാലി, അഹ്ലുൽ അവാലി എന്ന് പറയുന്ന വളരെ ദൂരെയുള്ളവർക്കാണ് അത് കൊടുത്തത്. وقد سبق قول ابن عبد البر, ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, أن الذين خص به من لم تجب الجمعة عليه ممن شهد ذلك العيد, ജുമഅ നിർബന്ധമില്ലാത്തവർക്കാണ് ആ സമ്മതം കൊടുത്തത്. وإذا احتملت هذه الآثار ما ذكرنا, അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചില റിപ്പോർട്ടുകളോ ചില അഭിപ്രായങ്ങളോ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ, ലം യജുസ് ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമാവില്ല അൻ യദ്ഹബ ഇലാ സുഖൂതി ഫർളിൽ ജുമുഅതി അൻ മൻ വജബത് അലൈഹി, ജുമഅ നിർബന്ധമായവർക്ക് ജുമഅ നിർബന്ധമില്ലെന്ന് പറയാൻ ഒരു മുസ്ലിമിനും അനുവദനീയമാവില്ല. لأن الله عز وجل يقول يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ജുമുഅ നിർബന്ധമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അതിനപ്പുറം പറയാൻ ഇവിടെ ആർക്കും അധികാരം ഇല്ല. അദ്ദേഹം 4 മദ്ഹബിന്റെയും കിതാബുകളിൽ നിന്ന് ധാരാളം ഉദ്ധരണികളെല്ലാം ഉദ്ധരിച്ചതിന്റെ ശേഷം അവസാനം അദ്ദേഹം പറയാൻ, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് هذا هو الواقع ممن عرفناه في قديم الزمان في القرى والمدن حيث يأتون إلى صلاة العيد أو صلاة الجمعة من مسيرة ساعتين أو 3 3 മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് അതിൽ തന്നെ വൽ കസീറു മിൻഹും പലരും അന്നത്തെ കാലം സഹാബത്തിന്റെ കാലം യസീറൂന അലാ അഖ്ദാമിഹിം നടന്നു വരുന്നവരാണ്. ഹുഫാത്തൻ ചിലപ്പോൾ കാലിന് ചെരുപ്പും കൂടി ഉണ്ടാവില്ല. വമുന്തഈരീൻ ചിലർ ചെരുപ്പുള്ളവരായിരിക്കും. വയതഹമ്മലൂന മാ ഫീ ദാലിക മിനൽ മസഖത്തി വസ്സുഅബ വല്ലാത്ത പ്രയാസത്തോടുകൂടി അവർ ജുമഅക്കും പെരുന്നാളിനൊക്കെ വരുന്നത് റഗ്ബതൻ ഫിൽ ഖൈർ. ആ സഹാബത്തിന് ഇത്തരം ഖൈറിൽ പങ്കെടുക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം. വകസറത്തിൽ അജ്രിൽ ലദി യതറത്തബു അലാ ശുഹൂദിൽ ജുമഅ ജുമഅക്ക് പങ്കെടുത്തതിനാൽ ഉണ്ടാകുന്ന വലിയ പ്രതിഫലത്തെ അവർ ആഗ്രഹിക്കുന്നു. മിമ്മാ ഹുവ മദ്കൂറുൻ ഫീ കുതുബിൽ ഫളായിൽ വൽ അഹ്കാം വലാ ശക്ക അന്ന തക്ലീഫഹും ബിർറുജൂഇ ലിസലാത്തിൽ ജുമഅത്തി യശഖു അലൈഹിം. അങ്ങനെ 5-8 കിലോമീറ്റർ അകലെ നിന്ന് നടന്നു വരികയും കഴുതപ്പുറത്ത് വരികയൊക്കെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം എന്ന് പറയുണ്ടാകുന്ന ഒരു മശക്കത്തുണ്ടല്ലോ, പ്രയാസം. അതുകൊണ്ട് അവർക്ക് മാത്രം നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ കൊടുത്ത ഒരു ഇളവാണിത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അന്നൊരു വയന ദിവസമായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ ദൂരെയുള്ള ആളുകൾക്ക് അന്നത്തെ കാലത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 8 മണിക്കൂറൊക്കെ നടന്നിട്ടും മറ്റും യാത്ര ചെയ്യുക. അങ്ങനെ വന്ന അന്നൊരു സന്തോഷം പോലും അവർക്ക് ഉണ്ടാവില്ലല്ലോ. അതേ സമയത്ത് ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് കാറിലും സൈക്കിൾ മേലൊക്കെ പോകുന്ന കാലം, ഇന്ന് ദൂരം ഉണ്ടായാൽ തന്നെ വരുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത കാലമല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് പുറമെ മൻ തറക്കൽ ജുമുഅത 3 മിറാരിൻ മിൻ ഗൈരി ഉദ്രിൻ തബഅല്ലാഹു അലാ ഖൽബിഹി. 3 ജുമുഅ ഒരാൾ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ അല്ലാഹു സീൽ വെച്ച് കളയും. അതേപോലെ തന്നെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നത് അതിൽ എല്ലാവരും മാറി നിൽക്കണം, അല്ലെങ്കിൽ അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീൽ വെക്കും, അവർ ശ്രദ്ധയില്ലാത്തവർ അശ്രദ്ധരായി മാറിപ്പോകും. ഇങ്ങനെ തുടങ്ങിയുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം. ഇത് ഞാൻ പറഞ്ഞത് സലഫി പണ്ഡിതന്മാര് തന്നെ, വിദേശ രാജ്യത്തുള്ള സലഫി പണ്ഡിതന്മാര് തന്നെ, സൗദിയിലുള്ള പണ്ഡിതന്മാര് തന്നെ അവർ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയും ശാഫിഈ മദ്ഹബ് പറഞ്ഞതാണ് ശരി എന്ന് ശേഷം അദ്ദേഹം പറയാണ് എല്ലാ ഇമാമിങ്ങളുടെയും വാചകങ്ങളും മറ്റൊക്കെ പരിശോധിച്ചതിന് ശേഷം പറയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രബലമായി കാണുന്നത് ഖൗലു ശാഫിഈയ്യത്തി, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. വലഅല്ലഹു റിവായത്തുൻ അനിൽ ഇമാം അഹ്മദ്, അത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞ ആ റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെയും ഹംബലി മദ്ഹബിൽ, അതുപോലെ ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ജുമുഅ നിർബന്ധമാണെന്നതിൽ ഒരു തർക്കവും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ മദ്ഹബിന്റെയും കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം വിവരമില്ലാത്ത ചിലർ, ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാല് ഒരു വിവരമില്ലാത്തവന് ഇങ്ങനെ ഒരു സാധനം കീശേമലയുടെ കുത്തി, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു കിതാബും പിടിച്ച്, എന്നിട്ട് അവന്റെ വകയിൽ വായിച്ച് അവൻ എന്തെല്ലാമോ അർത്ഥം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ജുമയും ജമാഅത്തും നിസ്കാരവും നോമ്പും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ജാഹിലീങ്ങൾ ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ചില സ്വീകാര്യോഗ്യമല്ലാത്ത ചില അഭിപ്രായങ്ങൾ, ചില ഉദ്ധരണികൾ ചിലപ്പോൾ ഉദ്ധരിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് പറയാനുള്ളതോ ചെയ്യാനുള്ളതോ അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, അല്ലാഹു തആല നിങ്ങൾ ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് അല്ലാഹു ഹറാമാക്കി. ഉമ്മാനെയും പാപ്പാനെയും ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വഅദൽ ബനാത്ത്, ചെറിയ പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചുകൂടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു നിങ്ങൾ വരുന്നതിന് മുമ്പ്. അത് പാടില്ലാത്ത ഹറാമായ കാര്യമാണ്.
ആർക്കും ഒന്നും കൊടുക്കൂല, എല്ലാം കണ്ട് കിട്ടണം. ആ ഒരു ചിന്തായും കടുത്ത തെറ്റാണ്. കരിഹലക്കും ഖീലവഖാൽ. അതെ, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ എടുത്തിങ്ങനെ ഉദ്ധരിക്കുക. കരിഹലക്കും ഖീലവഖാൽ, അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നാള് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാം. എന്നിട്ട് ആളുകൾ നേരത്തെ നടന്നു വരുന്നതും വിശ്വസിച്ചു വരുന്നതുമായ ആശയത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചു കളയുക, അത് അല്ലാഹു തആല വെറുത്ത കാര്യമാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുക, വയളാഅത്തൽ മാൽ, അതേപോലെ തന്നെ സ്വത്ത് വെറുതെ ചെലവഴിച്ച് നശിപ്പിച്ചു കളയുക. ഈ ഹദീസിന്റെ ശറഹിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത് കാണാം, ഇറാദത്തു ഹികായത്തി അഖാബീലിൻ നാസി വൽ ബഹ്തു അൻഹാ ലിയുഖ്ബിറ അൻഹാ. ഏതെങ്കിലും ഒരു അറബിയിലുള്ള ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരാൾ അതാവ് പറഞ്ഞു എന്നോ അല്ല ഇബ്നു സുബൈർ പറഞ്ഞു എന്നോ ഇങ്ങനത്തെ വാചകങ്ങൾ കാണുമ്പോഴേക്ക് അത് പറയാൻ പാടില്ല, അത് ഖീല വഖാല പറയലാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇവിടെ പഠിപ്പിച്ച ആശയത്തിനപ്പുറം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിരോധിച്ച ഒരു രീതിയാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയാണ്. അറിവില്ലാത്തവർ അറിവില്ലായ്മയോടുകൂടെ ഇരിക്കണം. അറിവുള്ള ആളുകൾ, മുൻഗാമികളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നമ്മൾ ആ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.